ശില്പങ്ങളും പതക്കങ്ങളും അവാർഡുകളായി കൊണ്ടാടപ്പെട്ട ഒരു കാലത്തിന്റെ അഭിനേത്രിയല്ല ബിയാട്രീസ്. രംഗവേദിയിൽ ഉജ്ജ്വല അഭിനയം കാഴ്ചവച്ച് തങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഈ നടിക്ക് കലാഹൃദയങ്ങളുടെ ആദരം നിറഞ്ഞ കയ്യടികളായിരുന്നു. ജനകീയ അംഗീകാരങ്ങളുടെ ഓർമ്മകൾക്കൊപ്പം കലാലോകം നൽകിയ ചില അവാർഡുകളും ബിയാട്രീസ് ഇവിടെ കൃതാർത്ഥതയോടെ സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും നാടകത്തിൽ നിൽക്കണമെന്നുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ഞാൻ അവസാനിപ്പിച്ചതും കൊച്ചി തന്നെ ആശാ കമ്മ്യൂണിക്കേഷൻ വരെ ലാസ്റ്റ് നാടകം ഉണ്ടായിരുന്നു. അവരാണ് എന്നെ അവസാനമായിട്ട് നാടകത്തിലേക്ക് കൊണ്ട് കൊലവല്ലി എന്നൊരു നാടകം അഭിനയിച്ചു. അതിൽ നിന്ന് മാറി പിന്നെ വേറെ ആൾക്കാർ ഈ കൊച്ചിൻ നാടകം വരിക അവരൊക്കെ എന്നെ വിളിക്കാൻ വരും. ഇപ്പോഴും ഓരോരുത്തർ വിളിക്കാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പം എനിക്കത് പറ്റുന്നൊരു സന്ദർഭമല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴുകിയായിരുന്നു. ഇപ്പോൾ ഞാൻ 2 കുട്ടികളുണ്ട്, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. ഈ കലാലോകത്ത് നിന്ന് തന്നെ അവരെ ഞാൻ 2 പേരും കരകയറ്റി. 2 മക്കളിൽ നിന്ന് 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. അവർ 2-ൽ നിന്ന് ഞാൻ 2 പേരുടെ നിന്ന് മാറി നിന്ന് ഞാൻ അവരോടുകൂടി ഇപ്പോൾ ഞാൻ ജീവിക്കുകയാണ്. അല്ലാണ്ട് പ്രത്യേകമായിട്ടുള്ള വരുമാനമായിട്ടെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നാടകലോകത്ത് നിന്ന് എനിക്ക് സാമ്പത്തികമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അത്രേ പറയാൻ പറ്റുള്ളൂ എനിക്ക്. പിന്നെ കുറച്ച് നാടകലോകത്ത് നിന്ന് ഒരു പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. പ്രത്യേകമായിട്ട് മാസം കിട്ടുന്നുണ്ട്. അത് മുടങ്ങാതെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതൊരു 3 വർഷമായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ട്. അല്ലാണ്ട് വേറെ എനിക്കൊരു വരുമാനമായിട്ടൊന്നുമില്ല. പക്ഷേ ഞാനതുകൊണ്ട് ഒരു ദുഃഖം എനിക്ക് എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. എനിക്ക് ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു വന്നിട്ടില്ല. ഞാൻ ഇതുകൊണ്ടാണല്ലോ ജീവിച്ചത്. അതുകൊണ്ടൊരു അഭിമാനം എനിക്കുണ്ട്. ഈ അവാർഡൊക്കെ കൊടുക്കുന്നതൊക്കെ പിന്നെ ഇപ്പോൾ ഉണ്ടായ കാലഘട്ടത്തിലാണ് ഈ അവാർഡ് ഉണ്ടായത്. അന്ന് KPSസിലുള്ള സമയത്ത് ആർക്കും ഇല്ല, ഒരു അവാർഡും ഇല്ല, ഒന്നുമില്ല. സുലോചനക്കൊക്കെ കിട്ടിയത് എന്നാണ് അവാർഡ് കിട്ടിയത്. ഇത് ഞാൻ അവിടെ നിന്നെല്ലാം പോകുന്നതിന് ശേഷം പിന്നീടാണ് അവാർഡ് ഓരോരുത്തർക്ക് കൊടുക്കാൻ തുടങ്ങിയുള്ള അതിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായത്. ആ സമയത്താണ് എനിക്ക് ഈ പൂജയിൽ വെച്ചാണ് എനിക്ക് അവാർഡ് കിട്ടിയത്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ദേശവിളക്ക് എന്ന നാടകത്തിൽ കുട്ടിമാളുകമ്മ എന്നൊരു വേഷം കിട്ടിയതിന് ശേഷമാണ് എനിക്കതിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അതുപോലെ തന്നെ പൂഞ്ഞാർ നവതാരയിൽ ഒരു നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലും നല്ല നടിക്കുള്ള അവാർഡ് POC നിന്ന് കിട്ടി. 2 അവാർഡും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് 1998. POCയുടെ അവാർഡ് കിട്ടിയത് 1988. 10 വർഷ വ്യത്യാസത്തിൽ എനിക്ക് കിട്ടി. പിന്നെ എല്ലാവരും ഈ അംഗീകാരം കിട്ടിയതിന് ശേഷം എല്ലാവർക്കും കൂടുതലും അറിയപ്പെടുകയായിരുന്നു. പിന്നെ അതിൽ പൂജയിൽ നിന്നാണ് ഞാനതിൽ നിന്ന് പിന്മാറിയത്. ഇപ്പം ഞാൻ 6 വർഷത്തോളമായി. ഞാൻ 1903 അവിടെ നിന്ന് ഞാൻ വിട വാങ്ങിയത്. പ്രഫുല്ലമായിരുന്നു ബിയാട്രീസിന്റെ അഭിനയ ജീവിതം. എന്നും ഓർമ്മിക്കപ്പെടാൻ കാലത്തിനു മുന്നിൽ അതീവ ശോഭയാർന്ന അനവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശേഷമാണ് ഇന്നലത്തെ താരത്തിന്റെ വിശ്രമ ജീവിതം. അവശതയിൽ അരങ്ങുവിട്ടെങ്കിലും അഭിനയമോഹം കൈവിട്ടിട്ടില്ല ഈ അമ്മ. പഴയ KPSC ആയിട്ടുള്ളൊരു സൗഹൃദമൊന്നും ഇപ്പം ഇല്ല. അതിൽ നടികളും ആരും ഇല്ല. പിന്നെ അതിന് ശേഷം ഉണ്ടായ കുറേ നടികളെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കാലഘട്ടത്തിൽ തന്നെ ഈ കഴിഞ്ഞ ഞങ്ങൾക്ക് നാടകലോകം എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മയുണ്ട് ഇവിടെ ഈ കൊച്ചിയിൽ. അപ്പോൾ അവരുടെ എല്ലാവരും കൂടി കൂടിയപ്പോഴും ഞങ്ങൾ പൊന്നമ്മ, കവിയൂർ പൊന്നമ്മ, KPSC ലളിത ഇവരെല്ലാവരും അവരാണെന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ തിരക്കി ചേച്ചി ഇല്ലെന്ന് ചോദിച്ചപ്പോൾ ഞാനും ചെന്ന് ഞങ്ങളുമായിട്ടുള്ള ഒരു കൂട്ടായ്മ പോലെയായിരുന്നു അന്ന് ഒരു ദിവസം മുഴുവനും. അവരായിട്ട് വളരെ സഹകരിച്ച് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ 3 പേരും കൂടി കവിയൂർ പൊന്നമ്മയും ലളിതയായിട്ട് ഞങ്ങൾ വളരെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ചിരിച്ച് സന്തോഷിച്ചു പോയി. പക്ഷെ അവരപ്പോൾ എന്നെ കണ്ടപ്പോൾ കവിയൂർ പൊന്നമ്മേനോട് ചോദിച്ചു, എന്താ ചേച്ചി വിയാമ്മ എന്താ ഇത്ര ക്ഷീണിച്ച് ഇത്ര വല്ലാതെ കറുത്തൊക്കെ വല്ലാതെ ആയിപ്പോൾ പഴയ വിയാമ്മയല്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇതിൽ നിന്നൊക്കെ വിട്ട് നിൽക്കണമല്ലേ, നിങ്ങൾ ഈ ഇതിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും, നിങ്ങൾക്ക് അത് ഇത്ര വലിയ സന്തോഷമായിട്ട് നിങ്ങൾ വളരെ ഇതായിട്ടിരിക്കുക. എന്നാലും ഞാൻ കണ്ടതിൽ വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈയിടെ പൊന്നമ്മയ്ക്കൊരു 50ാമത്തെ വർഷം എറണാകുളത്ത് ഒരു ഇത് കൊടുത്തായിരുന്നല്ലോ, അവാർഡൊക്കെ കൊടുത്തപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പോയിരുന്നു. പൊന്നമ്മയ്ക്കൊരു പൊന്നാടയൊക്കെ അണിയിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. നാടകം ഇപ്പോഴും വേണ്ടെന്ന് വെച്ചില്ല. നാടകത്തിന് ഇപ്പോഴും എന്നെ വിളിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു 4 പൂജയിൽ നിന്ന് വിട്ടതിന് ശേഷം ഞാൻ 1-2 ട്രൂപ്പിൽ ഇങ്ങനെ പോയിരുന്നല്ലാണ്ട് വേറെ ട്രൂപ്പിലിട്ടിട്ട് ഞാൻ അഭിനയിക്കാൻ പോയിട്ടില്ല. പിന്നെ ശാരീരികമായിട്ട് എൻ്റെ കാലിന് അസ്വസ്ഥത, കൂടുതൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല.
കൂടുതൽ പിന്നെ പ്രഷറൊക്കെ ഉള്ളത്, പ്രഷറുണ്ട്, ഷുഗറൊന്നുമില്ല, പ്രഷറുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി ആ ശരീരത്തിൻ്റെ ഒരു അസ്വസ്ഥത, ഉറക്കം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് പയ്യെ പിന്മാറി വന്നിട്ടിപ്പോൾ എനിക്ക് 3-5-6 വർഷമായി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീട്ടിലേക്ക്. ഇപ്പം എല്ലാം വീട്ടിൽ തന്നെയായിട്ട് ഞാനിപ്പോൾ പിള്ളേരുടെ കൂടെ ഇങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. ജീവിതം പൊള്ളുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും നടത്തിയ ഒരമ്മയ്ക്ക് പകരം നൽകിയ സൗഭാഗ്യങ്ങളാണ് ഈ മക്കൾ. അമ്മയെയും അമ്മയിലെ കലാകാരിയെയും ഒരുപോലെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന മക്കൾ. ഇവരോടൊപ്പമാകുമ്പോൾ അരങ്ങും അഭിനയ ആകാശവും നഷ്ടപ്പെട്ട വേദന ഈ കലാകാരി മറന്നുപോകുന്നു. എൻ്റെ 60 കൊല്ലങ്ങൾക്കിടയിലുള്ള സമ്പാദ്യമാണ് എൻ്റെ 2 കുട്ടികൾ. ആഷമോൾക്ക് 2 പെൺകുട്ടികളാണ്. ഒരാൾ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു, ഇളയാൾ BSc നഴ്സിംഗ് പഠിക്കുന്നു. ഇളയാളുടെ മോള് ഡിഗ്രി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, സെക്കൻഡ് ഇയറാണ്. ഇളയ മോൻ 8th ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇടവ് പോലെ ഇരിക്കുന്നവരാണ് എൻ്റെ ഇപ്പോഴത്തെ ഏക സമ്പാദ്യമുള്ളത്. ഇവരാണ് എൻ്റെ എല്ലാം.